ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു ചേമ്പ് നടലിലാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മൾ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ചകിരിച്ചോറ് നനവുള്ള ചകിരിച്ചോറായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നനവില്ലാത്ത ചകിരിച്ചോറാണ് നമുക്ക് കിട്ടിയത്. ആട്ടുംകാഷ്ടം അതേപോലെ തന്നെ നല്ല ഉണങ്ങിയതാണ് ഈ പ്രാവശ്യം കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല കുതിർന്നതായിരുന്നു ആട്ടുംകാഷ്ടമൊക്കെ. ഇതിപ്പോൾ ഒന്ന് ഉണങ്ങിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ 3 പാത്രം ആട്ടുംകാഷ്ടമാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഇത് നടാനായിട്ട്. ഇത് നമ്മൾ ഒരു പാത്രം ചകിരിച്ചോറും കൂടി കൂട്ടി എടുത്തിട്ടുണ്ട്. ചകിരിച്ചോറും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നനവുള്ള മണ്ണാണ്, അവിടെ വെച്ച് വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൽ നമ്മൾ നടാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ അതിന് ചാരത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളവും ചാരവും കൂടി കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ ആ കുഴിയിൽ ഒഴിച്ച് കൊടുക്കുന്നതിന്. 2 പാത്രം ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് ആട്ടുംകാഷ്ടം ഇട്ടിട്ട് നമ്മളത് നടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആട്ടുംകാഷ്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് ഞാൻ ഇപ്പോൾ ചേമ്പ് നടാൻ വേണ്ടി പോണത്. ചേമ്പ് ഇതിന് മുമ്പ് നട്ടിട്ടുണ്ട് നമ്മൾ ഈ പറമ്പിൽ ചേമ്പ്. അപ്പോൾ ചേമ്പ് നടാൻ വേണ്ടി പോണേന്. ഈ പറമ്പെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം പറമ്പല്ല, നമ്മുടെ വീടിനോട് അടുത്ത് ചേർന്ന ഒരു പറമ്പാണ്, ഒരു ചേട്ടൻ്റെ പറമ്പാണ്. അപ്പോൾ നമ്മളോട് അവിടെ നട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ പല സാധനങ്ങളും അവിടെ നട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം മഴയത്ത് അടക്കാമരമെല്ലാം ഒടിഞ്ഞ് വീണപ്പോൾ എല്ലാം വെട്ടിയപ്പോൾ അതെല്ലാം കുറേ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ കുറച്ച് നിൽപ്പുണ്ട് അവിടെ. നമ്മൾ ആദ്യം നട്ട ചേമ്പൊക്കെ അവിടെ കുറച്ചുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് ഒരു മരം വീണെടുപ്പുണ്ടായിരുന്നു, അതിൻ്റെ തപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ചേമ്പ്, ആദ്യം നട്ട ചേമ്പാണ് ഇത്. നമ്മൾ അപ്പോൾ അതിൻ്റെ മുകളിൽ മരങ്ങൾ വീണ് കുറേ പോയിട്ടുണ്ട് ചേമ്പൊക്കെ. പിന്നെ ചെറുചേമ്പാണിത്. പിന്നെ കുഞ്ഞു ചേമ്പുകൾ നട്ടതൊക്കെ അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ നിൽപ്പുണ്ട്. നമ്മളിപ്പോൾ ഒരു 5-6 കട ചേമ്പ് നട്ടിട്ടുണ്ട് അവിടെ അതിൻ്റെ ഉള്ള സ്ഥലത്തൊക്കെ. പിന്നെ ചാക്കിലും നട്ട്, ഞാൻ കരിയില വെച്ചിട്ടാണ് നട്ടേക്കണം. അവിടെ ഇനി മരങ്ങളൊക്കെ മാറ്റിയാലും നമുക്ക് ശരിക്കും നടാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ മൊത്തം മരവും കാടും എല്ലാം പിടിച്ച് കിടക്കണേ. കുറേ പുല്ലെല്ലാം വെട്ടി കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ നടണത്. അതിൻ്റെ ഉള്ള സ്ഥലത്ത് ഇനി അവിടെ നിന്നെല്ലാം മാറ്റണം നമുക്ക് ശരിക്കും നടണമെങ്കിൽ. അപ്പം ആദ്യം നട്ട കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഇനി നമ്മളെന്താ ഉള്ളതെന്നുള്ളത്. ഇപ്പോൾ ചേമ്പുകൾ ബാലൻസ് ഉള്ളതാണ് കാണിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയപ്പോൾ ചട്ടി വാങ്ങിയായിരുന്നു, വലിയ ചട്ടി. എല്ലാം നടാൻ പറ്റിയ ചട്ടിയായിരുന്നു. കാച്ചിലും ചേമ്പും ചേനയൊക്കെ അതിലും ഞാൻ വീട്ടിൽ നട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത്